ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. ഇന്നത്തെ നമ്മുടെ ഓണം ഷോപ്പിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ആദ്യം കരുതി ഷോപ്പിങ്ങിനായിട്ട് ആലപ്പുഴയ്ക്ക് പോകാമെന്ന്. ആലപ്പുഴയിൽ ഇപ്പോൾ പുതിയ കല്യാണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കല്യാൺ സിൽക്സിൽ പോകാമെന്ന് കരുതിയിട്ടാണ് ഇരുന്നത്. ജസ്റ്റ് എങ്ങനെ അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാലോ. പക്ഷേ ഞങ്ങൾ പിന്നീടാണ് അറിഞ്ഞത് അവിടെ ഭയങ്കര തിരക്കാണ്. നമുക്ക് വണ്ടിയും കൊണ്ടൊന്നും ആ വഴിക്ക് പോകാനേ പറ്റില്ലാന്ന്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി ഞങ്ങൾ ഹരിപ്പാട്ടേക്ക് വന്നു. ഹരിപ്പാട്ട് സ്ഥിരം ഞങ്ങൾ പോവാറ് വെഡ്ലാൻഡിലാണ്. അപ്പോൾ നമ്മൾ കരുതി വെഡ്ലാൻഡിൽ പോവാം. ഇപ്പോൾ ഒരുപാട് തിരക്കും ഇടിയും നമുക്ക് നോക്കിയൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ ആലപ്പുഴ പോയാലും. അതുകൊണ്ട് ഞങ്ങൾ ഹരിപ്പാട്ടേക്ക് പോവാണ്. ഞങ്ങൾ സൺഡേ ആയിരുന്നു ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടാവുമെന്ന്. എന്നാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങി. ഓൾറെഡി ലേറ്റ് ആയിപ്പോയി നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഉത്രാടം വരെ ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. തിരുവോണത്തിന് ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തായാലും ഞങ്ങൾ സൺഡേ ആണ് പോയത്. സൺഡേ ഒരു 4 മണി 4:30 കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ചെന്നപ്പോഴേ ഷോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് ഹരിപ്പാട്ടുള്ള വെറ്റ്ലാൻഡ് വെഡ്ഡിങ്സ്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഇവിടുന്ന് തന്നെയാണ് കുറേ ഷോപ്പ് ചെയ്തിട്ടുള്ളത്. ഹരിപ്പാട് ഇപ്പം സ്ഥിരം ഞങ്ങൾ വരുന്നത് വെറ്റ്ലാൻഡിലാണ്. അങ്ങനെ ഞങ്ങൾ കയറിയ ടൈമിൽ അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരോ സെക്ഷൻസ് ആയിട്ട് ഇങ്ങനെ നോക്കാമെന്ന് കരുതി. ആദ്യം നമ്മുടെ പിള്ളേരിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് 3, 4 പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് ആദ്യം സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നോക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ എല്ലാ വട്ടവും ഇങ്ങനെ വെസ്റ്റേൺ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് പിള്ളേർക്ക് എടുത്ത് കൊടുക്കുന്നത്. എപ്പോഴും ഒരേ ടൈപ്പ് സാധനങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. മിക്കവാറും ഞങ്ങൾ ബേബി ഹഗ് അവിടെ നിന്നൊക്കെയാണ് എടുക്കാറ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം നമുക്ക് ട്രഡീഷണൽ പിടിച്ചാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ അടുത്ത് വന്നു. അവിടെ അത്യാവശ്യം ഒരുപാട് തുണി ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം. അവിടെ നിൽക്കുന്ന ചേച്ചിമാർക്കൊക്കെ ആകെപ്പാട് പ്രാന്ത് പിടിച്ചിരിക്കുക. കാരണം അവർക്ക് അത്രയ്ക്ക് തിരക്കാണ്. ഓരോരുത്തരും ഓരോന്ന് ചോദിക്കുമ്പോൾ എല്ലാം കൂടി അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നതിനിടയ്ക്ക് നമുക്ക് സെലക്ട് ചെയ്യണം. ആക്ച്വലി എനിക്ക് ഈ പിള്ളേർക്ക് ഡ്രസ്സ് എടുത്ത് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് സൈസിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. മിക്കപ്പോഴും ഞങ്ങൾ എടുക്കുന്ന ഡ്രസ്സ് ഭയങ്കര വലുതായിരിക്കും. ഇവിടെ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേരൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ടൊക്കെയാണ് എടുത്തത്. പക്ഷെ എനിക്കറിയില്ല. ഇപ്പോഴും സ്റ്റിൽ ഞാൻ ആ ഡ്രസ്സിൻ്റെ സൈസിൽ കൺഫ്യൂസ്ഡ് ആണ്. അങ്ങനെ നമുക്ക് 3 പെൺകുട്ടികളും ഉണ്ട്. ഒരാൺകുട്ടിയുണ്ട്. അപ്പം ആൺകുട്ടിക്ക് ഗുല്ലുച്ചേട്ടനാട്ടോ. ഗുല്ലുച്ചേട്ടൻ്റെ സൈസൊക്കെ എനിക്കറിയില്ല. ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്നും അവനൊരു ഷർട്ട് എടുത്തു. അതുപോലെ തന്നെ എനിക്ക് മുണ്ടും എടുക്കണമെന്നുണ്ടായിരുന്നു. അവന് ഷർട്ടും മുണ്ടുമാണ് നമ്മളെടുത്തത്. എല്ലാവർക്കും ഈ വട്ടം ഞങ്ങൾ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് ആണ് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ടീഷർട്ട്സും അവന് ബാഗി ജീൻസൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ബാഗി ജീൻസും ടീഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ സെക്ഷനിലും ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയെടുക്കണം. അതാണ് ഞങ്ങൾ മെയിനായിട്ട് ആലപ്പുഴ പോകാത്തതിനുള്ള റീസൺ. ആലപ്പുഴയിലൊക്കെ മറ്റ് ഷോപ്പുകളെ അപേക്ഷിച്ച് ഇവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കാരണം ഇവരെല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഗുല്ലൂനെടുത്ത ഫ്ലോറിൽ തന്നെയായിരുന്നു അച്ഛന് ഷർട്ടും അതുപോലെ തന്നെ മുണ്ടും ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഇവിടെ കുറച്ച് ഡിലേ തോന്നിയത് ഇവിടെ ഓരോ ഫ്ലോറിലും ബില്ല് ചെയ്യണം. നമുക്ക് പല ഫ്ലോറിലും പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് വെറ്റ്ലാൻഡിൻ്റെ എല്ലാ ഫ്ലോറിലും നമ്മൾ പോയി. അപ്പം എല്ലാ ഫ്ലോറിലും കൂടി ബില്ല് ചെയ്യാൻ കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവർ കൊണ്ടവിടെ വെക്കും. പിന്നെ നമ്മൾ ഒരുപാട് നേരം അവിടെ നിൽക്കണം. നമ്മൾ സാധനങ്ങളൊക്കെ പെട്ടെന്ന് സെലക്ട് ചെയ്താലും ബില്ല് ചെയ്യാൻ അത്യാവശ്യം നല്ല തിരക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി അടിച്ച് ഇങ്ങനെ നിന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് സാരി സെക്ഷനാണ്. എനിക്ക് ആക്ച്വലി ഈ സാരിയൊന്നും വാങ്ങിച്ച് വലിയ പരിചയമില്ല. അതുകൊണ്ട് ഞാൻ അമ്മയെ വിളിച്ച് ചോദിച്ചിട്ടാണ് എടുത്തത്. കാരണം ഞാൻ അങ്ങനെ സാരിയൊന്നും വാങ്ങിക്കാറില്ലല്ലോ. അതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെ അവരുടെ ടേസ്റ്റ് അല്ല എൻ്റെ ടേസ്റ്റ്. എൻ്റെ ടേസ്റ്റ് അല്ല അവരുടെ ടേസ്റ്റ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഗൈസ്. എനിക്ക് അമ്മ ഷിഫോൺ സാരി ഉടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഷിഫോൺ ടൈപ്പ് ഓഫ് സാരിയാണ് നോക്കിയത്. പിന്നെ സെറ്റ് സാരീസ് നോക്കിയിട്ടുണ്ടായിരുന്നു. സാരി സെക്ഷനിൽ വലിയ തിരക്ക് ഞാൻ കണ്ടില്ല. എന്നാലും സെറ്റും മുണ്ടും സെറ്റ് സാരി സെക്ഷനിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നന്നായിട്ട് അവിടെയൊക്കെ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ ഓടി നടന്ന് എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. വെറ്റ്ലാൻഡ് ഫുള്ള് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. എനിക്കും ചേട്ടനും ഞങ്ങൾ ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ്റെ അമ്മയ്ക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ നമ്മൾ അമ്മയ്ക്ക് ഓൾറെഡി സാരിയും കുറച്ചധികം ബ്ലൗസൊക്കെ വാങ്ങിച്ച് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് നമ്മൾ വീണ്ടും സാരി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കും ചേട്ടനും ഞങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സ് പുതിയത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു. കാരണം ചേട്ടൻ ഓൾറെഡി കുർത്താസൊക്കെ ഉണ്ട്. ചേട്ടൻ ഇട്ടിട്ടില്ല അങ്ങനെ. എനിക്കും ഓൾറെഡി 2 ഡ്രസ്സ് ചേട്ടൻ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ വാങ്ങിച്ചു തന്നത് ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും കരുതി വേണ്ടാന്ന്. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവർക്കും എടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ അവിടെ എൻ്റെ 2 ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 2 പേരും നല്ല തിരക്കിലായിരുന്നു. എന്നാലും കണ്ട് സംസാരിക്കാനൊക്കെ പറ്റി. പിന്നെ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചൊരു ഫ്രണ്ടിനെ കണ്ടു. പിന്നെ കുറച്ച് ആൾക്കാരെയൊക്കെ നമ്മൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. സെറ്റ് മുണ്ടിൻ്റെ സെക്ഷനിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളുണ്ട്. ഓൾമോസ്റ്റ് അവരുടെ കുറേ കളക്ഷൻസ് ഒക്കെ പോയി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. നമുക്കൊരു സെറ്റ് മുണ്ട് നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ സെറ്റും മുണ്ടും ഒരു 3 എണ്ണം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. 3 എണ്ണം നമ്മൾ എടുത്തിട്ടുമുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാത്തതെന്ന് വെച്ചാൽ, ഞാൻ എടുത്ത ഒരു സാധനവും എന്താ കാണിക്കാഞ്ഞതെന്ന് വെച്ചാൽ, സെറ്റും മുണ്ടും നമുക്ക് മാറ്റേണ്ടി വരില്ല. ബാക്കി ഞാൻ എടുത്തതിൻ്റെയൊക്കെ സൈസിൽ എനിക്കിപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ട്. അതാണ് ഞാൻ അതൊന്നും കാണിക്കാത്തത് ട്ടോ. എനിക്ക് സൈസ് ഇപ്പൊ ചെറുതാണെന്നാണ് ഫീൽ ചെയ്യുന്നത്. എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ അതാട്ടോ കാണിക്കാത്തത്. പിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള 2, 3 എണ്ണം എടുത്തു. എനിക്കറിയില്ല ഇതൊക്കെ നമ്മള് വാങ്ങിച്ച ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോന്നൊന്നും. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കും ഒരു സെറ്റും മുണ്ടൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാനൊരു ബ്ലൗസ് ഓർഡർ ചെയ്തത് വരികയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. ദൈവാധീനം ആ ബ്ലൗസ് ഓണം കഴിഞ്ഞാലേ എത്തത്തുള്ളൂന്ന് ഇപ്പം എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇവിടുന്ന് ഞാൻ 2 സെറ്റും മുണ്ടും എടുത്തിട്ടുണ്ട്. നമ്മളുടെ കയ്യിലെടുത്ത് വെച്ചില്ലെങ്കിൽ ആൾക്കാര് അപ്പഴേ എടുത്തോണ്ട് പോവും ട്ടോ. അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണോ ഞാൻ എടുത്തതെന്ന് ചോദിച്ചാൽ, അത് നിങ്ങൾ ഗെസ് ചെയ്യൂ ഗൈസ്. അങ്ങനെ നമ്മള് സെറ്റും മുണ്ടൊക്കെ വാങ്ങിച്ചിട്ട് നമ്മള് ഓൾമോസ്റ്റ് നമ്മുടെ എന്താണ് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വലിയൊരു കടമ്പാന്ന് പറയുന്നത് ബില്ല് ചെയ്യാന്നുള്ളതാണ്. ഏകദേശം 7 മണി 7:30 ആയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത്. കാരണം അമ്മാതിരി തിരക്കായിരുന്നു. നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ അധികം ടൈം വേണ്ടി വന്നില്ല. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം വേണ്ടി വന്നത് ബില്ലിംഗ് സെക്ഷനിലായിരുന്നു. എനിക്കാണെങ്കിൽ മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് തലവേദന എടുത്ത് തല പൊട്ടുന്ന അവസ്ഥയിലായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാരുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ലും ലൈറ്റും എല്ലാം കൂടി കണ്ടപ്പോൾ എൻ്റെ തലവേദന ഭയങ്കര ഭീകര അവസ്ഥയിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബില്ല് ചെയ്യാൻ താഴത്തെ ഫ്ലോറിൽ വന്നപ്പോഴാണ് ഒരു നീണ്ട ക്യൂവും ഒരു വലിയ ജനസാഗരവും കണ്ടത്. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവിടെ ബില്ല് ചെയ്തു. എനിക്കിതിൻ്റെ എൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഗൈസ് ഞാൻ തലവേദന എടുത്ത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ ഇത് അടുത്ത ദിവസത്തെയാട്ടോ. സാറ്റർഡേ ഞങ്ങള് എനിക്കൊരു ഡ്രസ്സ് ചേട്ടന് വാങ്ങിച്ച് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി എൻ്റെ ബ്ലൗസും വരില്ലല്ലോ. അപ്പം ഞാൻ കരുതി ശരി ചേട്ടൻ്റെ ആഗ്രഹം പോലെ നമുക്ക് ട്രെൻഡ്സിൽ പോയി നോക്കാം. നമ്മുടെ അമ്പലപ്പുഴ ട്രെൻഡ്സ് ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു കുർത്തയൊക്കെ എടുക്കാന്ന് കരുതി പോയതാണ്. അപ്പം അമ്പലപ്പുഴയിലും തിരക്കാണ്. അങ്ങനെ ദാ നമ്മള് ട്രെൻഡ്സിൽ എത്തിയിട്ടുണ്ട് ട്ടോ. ഞാനൊരു ഓഫ് വൈറ്റ് തീമിലുള്ള കുർത്തി സെറ്റൊക്കെയാണ് നോക്കി പോയത്. ഇതെല്ലാം കളർഫുള്ളാണ്. എനിക്കിഷ്ടപ്പെട്ടല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ചധികം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം ട്ടോ ഓരോന്നോരോന്നായിട്ട്. എനിക്കൊരു തോന്നലുണ്ട് എനിക്ക് ഈ ലൈറ്റ് കളേഴ്സ് ചേരില്ലാന്ന്. അതുകൊണ്ട് എപ്പഴും ഞാൻ ലൈറ്റ് കളേഴ്സ് തിരക്കി പോയാലും ഡാർക്ക് കളറേ ചൂസ് ചെയ്യാറുള്ളൂ. എന്നാലും നമുക്കൊരു ഓണം വൈബ് പിടിക്കാൻ എപ്പഴും ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് എന്തെങ്കിലും നോക്കാന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം അങ്ങനത്തെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ ഡാർക്ക് കളേഴ്സാണ് ചേരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ എങ്ങനെ പോയാലും അങ്ങനത്തെ കളറേ എടുക്കുകയും ചെയ്യുള്ളൂ. അങ്ങനെ ദാ ഇതൊരു ഓഫ് വൈറ്റിൽ വരുന്ന ഈ ഒരു കുർത്തി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടനോട് ചോദിച്ചപ്പോഴും ചേട്ടനും അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ഓണം വൈബൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വേറെ 2 എണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാന്ന്. അങ്ങനെ ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഒരുപാടീന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടാ. അതുകൊണ്ട് ഞാൻ വെറും 3 എണ്ണം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദാ ഇത് കുഴപ്പമില്ല. എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടനെ കാണിച്ചപ്പോഴും ചേട്ടനും അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ബാക്കി 2 എണ്ണം കൂടി ഇട്ടിട്ട് നമുക്ക് നോക്കാം. ഏത് വേണം സെലക്ട് ചെയ്യണമെന്ന് നോക്കാംന്ന് വിചാരിച്ചു. കുഴപ്പമില്ല. ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അടുത്തത് ദാ ഈ ഒരു കളറായിരുന്നു. ബാക്കി ഞാൻ 2 എണ്ണം സെലക്ട് ചെയ്തത് എനിക്കില്ലാത്ത കളറായിരുന്നു. ഓൾമോസ്റ്റ് ഞാൻ ഈ കുർത്തി സെറ്റ്സ് ഒക്കെ എടുക്കുന്നത് നമ്മുടെ ട്രെൻഡ്സിന്ന് തന്നെയായിരുന്നു. നെക്സ്റ്റ് വൺ ദാ ഈ ഒരു ബ്ലൂ ഷെയ്ഡായിരുന്നു. അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വൺ ദാ ഈ ഒരു ഷെയ്ഡായിരുന്നു. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതായിരിക്കും സെലക്ട് ചെയ്തതെന്ന് ഗെസ് ചെയ്യാമോ ഗൈസ്? പിന്നെ ഞങ്ങൾ 2 ഏത്തയ്ക്കാപ്പം മേടിച്ച് വീട്ടിൽ പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇനി ഓണം വ്ലോഗായിട്ട് വേഗം വരാവേ. ബൈ ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.